SNDP യോഗം ഒമാൻ യൂണിയൻ സംഘടിപ്പിച്ച 5 മാസം നീണ്ടുനിന്ന ഗുരുവർഷാഘോഷങ്ങൾക്ക് സമാപനമായി. വിവിധ പരിപാടികളോടെയായിരുന്നു ആഘോഷങ്ങളുടെ സമാപനം. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് SNDP യോഗം ഒമാൻ യൂണിയൻ 5 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വ്യവസായിയും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറുമായ ഡോക്ടർ P. മുഹമ്മദ് അലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചു. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നാം ഇപ്പോൾ എവിടെ നിൽക്കുന്നുവോ ആ പൊസിഷനിലെത്തുവാൻ നമ്മളെയൊക്കെ പലരും സഹായിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻ സ്കൂൾ ബോർഡ് അംഗം ഡോക്ടർ GR കിരൺ മുഖ്യാതിഥിയായിരുന്നു. ശ്രീനാരായണ ഗുരു പകർന്നു തന്ന ഏകലോക ദർശനത്തിന് വേണ്ടിയാകണം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതെന്ന് യൂണിയൻ കൺവീനർ G. രാജേഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് അറിഞ്ഞവന് ഒരു മതവും നിന്ദ്യമല്ല എന്ന് പഠിപ്പിച്ച ഗുരു. അത്തരമൊരു മതബോധത്തിൻ്റെ ജ്വലനമാണ് നമ്മളെല്ലാവരും ജ്വലിക്കേണ്ടത്. ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും എപ്പോഴും നമ്മൾക്കത് ഉണ്ടാകണം. കഴിഞ്ഞ സെപ്റ്റംബറിൽ മസ്കറ്റ് ശിവക്ഷേത്രത്തിലെ ചതയദിനാഘോഷങ്ങളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. രാജ്യത്തെ 27 ശാഖകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. SNDP യോഗം ഒമാൻ യൂണിയൻ ചെയർമാൻ L. രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KR റിനേഷ്, D. മുരളീധരൻ, TS വസന്തകുമാർ, MA മുഹമ്മദ് അഷ്റഫ്, S. കൃഷ്ണേന്ദു തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. കോർ കമ്മിറ്റി അംഗം ഹർഷകുമാർ നന്ദി രേഖപ്പെടുത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.